ഇപ്പോൾ ഈ മെഡിക്കൽ എമർജൻസിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ നടത്തി പണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ടാക്സ് അടക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. പക്ഷേ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാക്സ് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. പലരും വിചാരിച്ചിരിക്കുന്നത് ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള ഫണ്ടിങ്ങിന് ടാക്സ് കാണില്ല എന്നുള്ളതാണ്. പക്ഷേ നിയമം എക്സാക്ട്ലി അങ്ങനെയല്ല. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷം ബന്ധുക്കളല്ലാത്ത ആളുകളിൽ നിന്ന് സമ്മാനമായിട്ട് അല്ലെങ്കിൽ സഹായമായിട്ട് കിട്ടുന്ന തുക ഒരു 50,000 രൂപയ്ക്ക് മുകളിൽ പോയാൽ അതിന് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് കണക്കാക്കും. അപ്പം വലിയ തുകയൊക്കെയാണ് അക്കൗണ്ടിൽ വരുന്നതെങ്കിൽ ബാങ്കുകൾ ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഉദാഹരണത്തിന് ഒരു 1 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആ 1 കോടി രൂപയ്ക്കും നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് നിങ്ങൾ ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. ഇപ്പം വലിയ തുകയൊക്കെ ആണെങ്കിൽ ഒരു 30% വരെയൊക്കെ ടാക്സ് റേറ്റ് പോകാം. അപ്പം നമ്മൾ ആ പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഇതെങ്ങനെ ഒഴിവാക്കാം? ഇത്തരത്തിൽ ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൽ എക്സംഷൻ നേടിയിട്ടുള്ള രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ് ചെയ്യാം. പണം സ്വീകരിക്കുമ്പം ഡയറക്ട്ലി പേഷ്യന്റിന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നതിന് പകരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഡയറക്ട്ലി ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഫണ്ട് ഡയറക്ട്ലി പേഷ്യന്റിന്റെ അക്കൗണ്ടിലോട്ട് വരാത്തത് കൊണ്ട് പേഷ്യന്റിനും ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. ഇൻകം ടാക്സിൽ എക്സംഷൻ ഉള്ളതുകൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിനും ടാക്സ് ലയബിലിറ്റി വരുന്നില്ല.